ഭൂമിയിൽ ശ്രീരാമനായി മഹാവിഷ്ണു അവതരിക്കുന്നതിൻ്റെ സാഹചര്യം വിവരിച്ചുകൊണ്ടാണ് പരമശിവൻ കഥാകഥനം തുടങ്ങുന്നത്. അപ്പോൾ രാമനാണല്ലോ രാമായണത്തിൻ്റെ മെയിൻ. രാമൻ എങ്ങനെയാണ് ജനിക്കുന്നത്, രാമൻ ജനിക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് മഹാവിഷ്ണു അവതാരം എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ശിവൻ പാർവതിക്ക് ഈ കഥ തുടങ്ങുന്നത്. കർക്കിടക മാസമാണ്, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് കർക്കിടക മാസം രാമായണം പാരായണം ചെയ്യുന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കർക്കിടക മാസം ആയതുകൊണ്ട് രാമായണം വായിക്കണം എന്നൊന്നും എനിക്കില്ല. അങ്ങനെ വായിക്കേണ്ട ഒരു സാധനമാണ് രാമായണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു സാഹിത്യ കൃതിയാണ്, അത്രമേൽ മനോഹരമായ ഒരു ഇതിഹാസമാണ്. ആദികാവ്യം എന്നറിയപ്പെടുന്ന വാൽമീകിയുടെ ഒരു സൃഷ്ടിയാണ്. സോ എന്തൊക്കെ പറഞ്ഞാലും മഴയായതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയം കുറവായതുകൊണ്ടും അകത്തിരിക്കുന്ന സമയം കൂടുതലായതുകൊണ്ടും നമുക്ക് രാമായണം ഒന്ന് വായിച്ചു നോക്കാം. കഥയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ അല്ലേ? എനിക്കത്ര അക്ഷരസ്ഫുടത ഇല്ലാത്തത് കൊണ്ടും പിന്നെ രാമായണം പാരായണം ചെയ്യാൻ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടും എൻ്റെ അച്ഛനാണ് രാമായണം വായിക്കുന്നത്. ഞാനതിൻ്റെ അർത്ഥം പറയാം. ഓക്കെ, അർത്ഥം പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രൂപത്തിലുള്ള അധ്യാത്മ രാമായണ കിളിപ്പാട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വായിച്ച് തുടങ്ങാം. സ്തുതി പാടിയിട്ടാണ് തുടങ്ങുന്നത്. ഒരുപാട് ദൈവങ്ങളെ സ്തുതിക്കുന്നുണ്ട്. ആദ്യം ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടാണ് ഈ കിളിപ്പാട്ട് തുടങ്ങുന്നത്. ശ്രീരാഘവാത്മരാമ ശ്രീരാമരമാപതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്നു പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. അപ്പോൾ എന്താ പറയണതെന്ന് വെച്ചാൽ ശ്രീരാമനെ സ്തുതിക്കുകയാണ്. അപ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ പറയുകയാണ് കിളിപ്പെണ്ണ്, അതായത് ഒരു കിളിപ്പാട്ട് പോലെയാണല്ലോ ഇത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് കിളിപ്പെണ്ണ് എങ്ങനെയാണോ ഈ പാട്ട് അവതരിപ്പിക്കുന്നത് അതുപോലെയാണ് ഈ കാവ്യം തുഞ്ചത്ത് എഴുത്തച്ഛൻ ഈ കിളിപ്പാട്ട് മുഴുവനായിട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ ശ്രീരാമനെ സ്തുതിച്ചതിന് ശേഷം അടുത്തതായിട്ട് ഗണപതിനെയാണ് സ്തുതിക്കുന്നത്. ഗണപതിനെ സ്തുതിച്ചതിന് ശേഷം മറ്റൊരുപാട് ദൈവങ്ങളെ സ്തുതിക്കും. കിളിപ്പെണ്ണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമശിവൻ്റെ അത്രയും പ്രിയപ്പെട്ട ഭാര്യയായ പാർവതി ദേവിക്ക് ശിവൻ കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് കിളിപ്പാട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. സോ ആദ്യത്തെ ഒരു സ്റ്റാൻസ നമുക്ക് കേൾക്കാം. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കേണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മ തത്വാർത്ഥമറികയാൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റും നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. അപ്പോൾ കേട്ടില്ലേ ഇതിൻ്റെ ഫസ്റ്റത്തെ ലൈന്, ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഇങ്ങനെ പറയുന്നത്. അതായത് നമുക്കിപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഭാര്യ ഭർത്താവിനെ കൺസിഡർ ചെയ്യുന്നില്ല, ഭർത്താവ് ഭാര്യനെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കേണ്ടത്. ശിവൻ ഈ കഥ പറയുന്ന സമയത്ത് പാർവതിനെ അത്രമേൽ പ്രിയപ്പെട്ടവളെ അത്രമേൽ സ്നേഹത്തോടെ ധന്യേ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ധന്യ എന്ന് വെച്ചാൽ എന്താ, എല്ലാം തികഞ്ഞവളെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം അത്രയും കൊഞ്ചിച്ച് ലാളിച്ചാണ് ശിവൻ്റെ ഭാര്യനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഭാര്യനെയും ഭർത്താവിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. അപ്പം ശിവൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പാർവതി ഈ കഥ കേൾക്കാൻ, അതായത് രാമൻ്റെ ചരിതം കേൾക്കാൻ നിനക്ക് മനതാറിൽ ആശ ഉണ്ടായത് മഹാഭാഗ്യവും പുണ്യവുമാണ്. അതുപോലെ തന്നെ എന്നോട് ഇതുവരെ ഈ കഥ ആരും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി ഈ കഥ പറഞ്ഞു തരാം, അത് ഒരു പുണ്യമായിട്ട് കാണുന്നു. അതുകൊണ്ട് ഞാൻ ഈ കഥ നിനക്ക് പറഞ്ഞു തരാം. സന്തോഷത്തോടെ ഭക്തിയോടെ നീ ഈ കഥ. പംക്തികന്ധരമുഖ
രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി. രൂപം പൂണ്ട് ദേവ താപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. അപ്പോൾ ശിവൻ ഇങ്ങനെയാണ് കഥ പറയുന്നത്. അതായത് പങ്ക്തി ഖന്ധര മുഖ രാക്ഷസ വീരന്മാരാൽ, ആരാണ് 10 തലയും കഴുത്തും ഒക്കെയുള്ള രാക്ഷസ വീരന്മാർ, അതാരാണ്? രാവണനെ പോലുള്ള രാക്ഷസന്മാരെ കൊണ്ടുള്ള ഭാരവും വേദനയും പ്രശ്നങ്ങളും ഒന്നും സഹിക്കാൻ വയ്യാതെ ഭൂമിദേവി ഗോമാതാവിൻ്റെ രൂപം, അതായത് പശുവിൻ്റെ രൂപം എടുത്തിട്ട് ബാക്കിയുള്ള ദേവന്മാരെയും മുനികളെയൊക്കെ കൂട്ടിയിട്ട് സാരസലോകം എന്ന് പറയുന്നത് എവിടെയാണ്? ബ്രഹ്മാവിൻ്റെ ലോകത്ത് ചെന്ന് ബ്രഹ്മാവിനോട് വിഷമം പറയുകയാണ്. എന്താ വിഷമം പറയുന്നത്? എനിക്കിങ്ങനെ രാവണനെ പോലെയുള്ള രാക്ഷസന്മാരെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഭൂമിദേവി വിഷമം പറയുന്നത്. അപ്പോൾ വിഷമം പറയുന്ന സമയത്ത് ബ്രഹ്മാവിന് മനസ്സിലാവും, ഈ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്, നമ്മളിതെന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണമെന്ന് ബ്രഹ്മാവ് സ്വയം വിചാരിച്ചിട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് വൈകുണ്ഠത്തിൽ ചെന്നിട്ട് പുരുഷ സൂക്തം എന്ന് പറയുന്ന മന്ത്രം ചൊല്ലുമ്പോഴാണ് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നത്. ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരം 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപൊടു കാണായി വന്നു പത്മലോചനനായ പത്മനാഭനെ മോദായി. അത്രയും ഭക്തിയോടുകൂടി ബ്രഹ്മാവ് പുരുഷ സൂക്തം പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ട് മഹാവിഷ്ണുവിനെ സേവിച്ചതുകൊണ്ട് 10,000 സൂര്യൻ കിഴക്കുദിക്കുന്ന തേജസ്സോട് കൂടിയിട്ടാണ് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നത് ബ്രഹ്മാവിൻ്റെ മുന്നിൽ. എന്നിട്ട് ബ്രഹ്മാവ് അപ്പം എന്ത് ചെയ്യുവാണ്? തനിക്കുള്ള സങ്കടം ആരോട് പറയുകയാണ്? നമ്മളുടെ മഹാവിഷ്ണുവിനോട് പറയുവാണ്. അപ്പം എന്താണ് സങ്കടം എന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ. മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ, മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപതേ. നിൻ തിരുവടി തന്നെ മർത്യനായി പിറന്നിനി, പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം ദയാനിധി. സന്തതം നമസ്കാരമതിനു മധുരിപ്പോ, ചെന്തളിരടിയിണ ചിന്തിക്കായി വരേണമേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്തുനിന്ന് രാവണൻ ഒരു വരം വാങ്ങിച്ചിട്ടുണ്ട്, തന്നെ ഒരു മനുഷ്യനെ മാത്രമേ കൊല്ലാൻ പറ്റുമെന്ന്. അപ്പോൾ രാവണൻ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തിയുള്ള മനുഷ്യനല്ലേ, ഒരിക്കലും ശക്തി മാത്രമല്ല 10 തലയുടെ ബുദ്ധിയാണ് രാവണനുള്ളത്. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനെ രാവണനെ കൊല്ലാൻ പറ്റില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആർക്കുണ്ട്? രാവണനുണ്ട്. അതിൻ്റെ പ്രകാരമാണ് ബ്രഹ്മാവിൽ നിന്ന് എന്നെ ഒരു മനുഷ്യൻ കൊന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വരം വാങ്ങുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു മനുഷ്യനെ രാവണനെ കൊല്ലാനും പറ്റുന്നില്ല. രാവണനാണെങ്കിൽ ഭൂമിയിൽ ഭയങ്കര ക്രൂരതകൾ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രഹ്മാവ് പറയുകയാണ് മഹാവിഷ്ണുവിനോട്, അങ്ങ് തന്നെ ഒരു മനുഷ്യരൂപം എടുത്തിട്ട് രാവണനെ കൊല ചെയ്യണം, എന്നിട്ട് ഭൂമിയിൽ സമാധാനം പുനഃസൃഷ്ടിക്കണമെന്ന്. ഇതാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. ആത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളിച്ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം, പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. ദത്തമായിതുവരം സുപ്രസന്നേന മയാ, തത്വജസത്യം കർത്തുമുദ്യോഗമദ്യൈവമേ. ബ്രഹ്മാവ് ഇത്രയും വിഷമം അരുളി ചെയ്തപ്പോൾ മഹാവിഷ്ണു ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് പറയുകയാണ്, പണ്ട് കശ്യപ മുനി എന്നെ ഒരുപാട് സേവിച്ചിരുന്ന കാലത്ത് എന്നോടൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ആ ആഗ്രഹം എന്നറിയോ? എനിക്ക് അങ്ങേ എൻ്റെ പുത്രനായി ജനിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആര്? മഹാവിഷ്ണു കശ്യപ മുനിയുടെ പുത്രനായി ജനിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മഹാവിഷ്ണു പറയുകയാണ്, ഇതാണ് അതിന് ഉത്തമമായ സമയം എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയം വന്നെത്തിയെന്ന് മഹാവിഷ്ണു ബ്രഹ്മാവിനോട് പറയുന്നതാണ് ഈ സ്റ്റാൻസ. ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കശ്യപൻ ദശരഥ നാമനാ രാജന്യേന്ദ്രനായി, കശ്യപീതലേ തിഷ്ടത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും,
തസ്യമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. അപ്പോൾ ഇവിടെ പറയുന്നത് കശ്യപൻ ദശരഥനായിട്ട് പുനർജനിക്കുകയും ദശരഥൻ്റെ ഭാര്യയായിട്ട് കൗസല്യ വരികയും അതിനുശേഷം അവർക്ക് മഹാവിഷ്ണു പുത്രനായി ജനിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ബ്രഹ്മാവിൻ്റെ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അങ്ങനെയാണ് മഹാവിഷ്ണു രാമനായിട്ട് ജനിക്കുന്നത്. അതാണ് ആദ്യത്തെ കുറച്ച് ഭാഗം രാമായണത്തിലെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞാൻ അടുത്ത ഭാഗം രാമായണത്തിൻ്റെ അടുത്ത ഭാഗം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.